ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മളേവരും വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ മൂന്നാമത്തെ ചിത്രമായ ദൃശ്യം 3 റിലീസായിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൃശ്യം 3ക്ക് കാത്തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജിത്തു ജോസഫ്, അതായത് ഈ സിനിമ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു ആണ്. ആസ് യൂഷ്വൽ 1 ഉം 2 പോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും ജിത്തു ജോസഫാണ്. സോ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജീത്തു പറയുന്നുണ്ട് ഇത് 1 ഉം 2 ഉം പോലെ ഒരു എന്താ പറയുക എക്സ്റ്റെൻസീവ് ത്രില്ലർ അല്ലെങ്കിൽ ഭയങ്കര ട്വിസ്റ്റുകളുള്ളൊരു സിനിമയല്ല, മറിച്ച് ഒരു ക്യാരക്ടർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമയാണെന്ന് ഉള്ള രീതിയിലാണ് ജീത്തുവിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടത്. പൊതുവെ ജീത്തു എങ്ങനെയാണ് ആ സിനിമയെ പറ്റി പറയുന്നത് ബിഫോർ റിലീസ്, ജീത്തു പറയുന്നതിനോട് അലൈനായിട്ടായിരിക്കും ഈ സിനിമ എപ്പോഴും വരാറുള്ളത്. ഇപ്പോൾ അങ്ങനെ ഒരു ഇതിൽ എന്നെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ ജോർജ് കുട്ടിയിലെ പെർഫോമറെയാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്നത്. ആ ഒരു കാര്യത്തിൽ 110% എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളതാണ്. കിട്ടില്ല പെർഫോമൻസ്. ലാലേട്ട, യു റോക്ക് ഇറ്റ്. ജോർജ് കുട്ടിയായിട്ട് ലാലേട്ടൻ വരുമ്പോൾ എൻറ്റയർലി ഒരു ഡിഫറൻറ്റ് ലാലേട്ടനാണ്. അതിപ്പം നമുക്കറിയാം 2013 ദൃശ്യം ആയിക്കോട്ടെ, ഇനി ദൃശ്യം 2 ആയിക്കോട്ടെ, ദൃശ്യം 3 ആയിക്കോട്ടെ, ഇത് മൂന്നിലും ലാലേട്ടൻ ആ സിനിമ കൊണ്ടുപോകുന്നത് ലാലേട്ടൻ തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. ഇനി ലാലേട്ടനെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ് ഇന്ന്. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്, May 21. അപ്പോൾ ബർത്ത്ഡേക്ക് കിട്ടിയ ഇരട്ടി മധുരം ഭാഗ്യം ആണ് ദൃശ്യം 3 ഇന്ന് റിലീസായത്. ആദ്യത്തെ റിലീസ് മാറ്റി വെച്ചതാണ്. ആൻഡ് അത് പുള്ളിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഓഡിയൻസ് കേരളത്തിലെ, എസ്പെഷ്യലി പുള്ളിയുടെ സ്ലീപ്പർ സെൽസ് എന്ന് പറയുന്ന ഫാമിലി ഓഡിയൻസ് അടക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഉച്ച സമയമായപ്പോഴത്തേക്കും അവർലി ബുക്കിംഗ് 40K, അതായത് 40,000 മേളിലുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ രാത്രിയോടെ എടുക്കുമ്പോഴും 35,000 മേളിൽ ബുക്കിംഗ് ഉണ്ട്. ഒരു ലാലേട്ടൻ പടം എക്സ്ട്രാ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പറയാതെ തന്നെ അറിയാമല്ലോ. ആൻഡ് ദൃശ്യം പോലൊരു സിനിമയാകുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ ഇടിച്ചു കയറും. അതിനുള്ള സാധനം അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ആസ് യൂഷ്വൽ ജിത്തു പടങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ദൃശ്യം 2 ആയിക്കോട്ടെ, ഫസ്റ്റ് ഹാഫിൽ കാര്യമായി, അതായത് ടുവേർഡ്സ് ഫസ്റ്റ് ഹാഫ് തീരുന്നവരെ കാര്യമായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഒരു ഡ്രാമാറ്റിക് രീതിയിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സ്ക്രീൻ പ്ലേ. ജീത്തുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ജീത്തുവിൻ്റെ ഡയറക്ഷനേക്കാളും ജീത്തുവിൻ്റെ റൈറ്റിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ജീത്തു എഴുതുന്നത് തിരക്കഥ. അപ്പോൾ തിരക്കഥയുടെ ലെയേഴ്സ് ഭയങ്കരമാണ്. പക്ഷേ അത് ഫ്ലാറ്റ് ആയിട്ട് തുടങ്ങി കുറച്ച് കോമഡികളും കുറച്ച് ഇത് കണക്ക് അവരുടെ വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങൾ, അവരുടെ മക്കൾ ഇപ്പോൾ എസ്തറൊക്കെ വലിയ കുട്ടിയായി. അപ്പം ഇപ്പോഴത്തെ ഒരു ചിന്താഗതിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂ ജനറേഷൻ പെൺകുട്ടികൾ എങ്ങനെയാണ് വീട്ടിൽ നിന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് എസ്തറിൻ്റെ ക്യാരക്ടർ. നല്ലതായിരുന്നു, നല്ലോണം ചെയ്തു. അതേപോലെ മൂത്ത മോളായിട്ടുള്ള അൻസിബ ആയാലും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, മീന ആയാലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ലാലേട്ടനാണ്, ഒരു രക്ഷയില്ല മാൻ, സൂപ്പർ. ലാലേട്ടനെ പറ്റി എന്ന് വെച്ചാൽ നമ്മൾ ലാലേട്ടൻ ചെയ്യുന്നതുകൊണ്ട് ചില ക്യാരക്ടേഴ്സ് നമ്മൾ അണ്ടർ റേറ്റ് ചെയ്യണം. കാരണം ലാലേട്ടനൊക്കെ ഇതിക്കും വലുത് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് മൈക്രോ എക്സ്പ്രഷൻസ് അതിൽ ഇപ്പോഴും പുള്ളിയെ വിട്ട് പോയിട്ടില്ല. അടിപൊളിയാണ്. മലയാളത്തിൻ്റെ തമ്പുരാൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇത്ര അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന നടന്മാർ വളരെ വിരളമാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിമുടി എന്താ പറയുക മുടി മുതൽ നഖം വരെ ജോർജ് കുട്ടി നിറഞ്ഞാടിയിട്ടുണ്ട് ലാലേട്ടനിൽ നിന്ന്. സൂപ്പർ. ആ ക്യാരക്ടർ എഴുതിയേക്കുന്നത് സൂപ്പർ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ ടുവേർഡ്സ് ഫസ്റ്റ് ഹാഫ് എൻഡിലേക്ക് ഒരു സാധനം ഇടുകയാണ്. ജീത്തുവിൻ്റെ സ്ഥിരം പരിപാടി, ഒരു തീ കൊളുത്തുകയാണ്. ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ ഇത് ദൃശ്യം 1, 2, 3 ഉള്ള ക്യാരക്ടേഴ്സ് ആൾമോസ്റ്റ് എല്ലാം സിമിലറാണ്. 1-2 ചെറിയ ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ നമുക്ക് കണ്ടുവന്നിട്ടൊരു ക്യാരക്ടറാണ്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ റിവ്യൂവിൽ യാതൊരുവിധ സ്പോയിലേഴ്സും ഇല്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെ പോകുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം ട്രാക്ക് മാറുകയാണ്. നമ്മളൊരു റേസർ ആദ്യം വാമപ്പ് ചെയ്തിട്ട് ഓടി തുടങ്ങുന്ന പോലെയാണ് പടം പോകുന്നത്. പിന്നീട് അങ്ങോട്ട് കത്തി കയറുകയാണ്. ടുവേർഡ്സ് എ ക്ലൈമാക്സ് ലാസ്റ്റ് ഒരു 20 മിനിറ്റ് വിഷയം മോനെ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ ദൃശ്യം 1 ഉം 2 ഉം പോലെ ഭയങ്കര ത്രില്ലർ അല്ലെങ്കിൽ ഭയങ്കര സസ്പെൻസോ ട്വിസ്റ്റുകളോ അല്ല, പക്ഷെ ചെയ്തു വെച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു രക്ഷയില്ല. അതേപോലെ ലാലേട്ടൻ്റെ ക്യാരക്ടർ ഒരു ലെയേഴ്സിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു ഗ്രാഫ് പോലെ. അവസാനം എത്തുമ്പോൾ ഒരു പീക്ക് സാധനമുണ്ട്, ഒരു രക്ഷയില്ല മോനെ വിഷയം. അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അതായത് ഇതൊരു ഇമോഷണൽ ഡ്രാമ ത്രില്ലർ ടൈപ്പ് ജേണറിലാണ്. അതായത് ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ഡ്രാമാറ്റിക് രീതിയിൽ പോയിട്ട് ഒരു ത്രില്ലർ ഫേസിലേക്ക് കയറുന്ന ഒരു സിനിമയാണ്. നോട്ട് എ പ്യുവർ ത്രില്ലർ, പക്ഷേ അത്യാവശ്യം ട്വിസ്റ്റുകളും കൺവിൻസിങ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ എൻഡ് ചെയ്തേക്കുന്ന അത്രയും കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലാണ്. ആൻഡ് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അടുത്ത പടങ്ങൾ വരാമെന്നുള്ള രീതിയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. വിച്ച് ഐ തിങ്ക് അവർക്ക് വേണമെങ്കിൽ ഇത് എൻഡ് ചെയ്യായിരുന്നു. പക്ഷേ മേ ബി അവർക്ക് അതിനുള്ള സ്ക്രിപ്റ്റോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ജിത്തുവിൻ്റെ ഡയറക്ഷൻ നോർമലാണ്, സാധാ ചെയ്യുന്ന പോലെയുള്ള പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡയറക്ഷനാണ്. പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ തോന്നുക. അടിപൊളിയാണ്. ഇതിൽ മെയിനായിട്ടും ജോർജ് കുട്ടി, മോഹൻലാൽ പെർഫോമൻസ് ഭയങ്കരമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ജീത്തുവിൻ്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ പ്ലെയിൻ ആണെങ്കിലും കുറേ ക്യാരക്ടേഴ്സ് കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ലിങ്ക് ചെയ്തിട്ടുള്ളൊരു സെക്കൻഡ് ഹാഫാണ്.
ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ടിങ്ങനെ ഇരിക്കുക, അതിൽ കണ്ട പല കാര്യങ്ങളും സെക്കൻഡ് ഹാഫിൽ കണക്ട് ചെയ്ത് പുള്ളി കൊണ്ടുവന്ന് എൻഡ് ചെയ്യും. അതായത് മറ്റേ നമ്മൾ ഇപ്പോൾ കുറേ ആദ്യമേ നമ്മൾ ഈ മാലക്കുള്ള മുത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നീട് മാല നൂലിൽ കൊരുക്കുന്ന പോലെയാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. മുത്തുകൾ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ കൊരുത്ത് മാലയാക്കുന്നതാണ് സെക്കൻഡ് ഹാഫ്. അങ്ങനെ പോകുന്നൊരു പടമാണ്. ആൻഡ് ജോർജ് കുട്ടി പെർഫോമൻസ് ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രീംലി ഭയങ്കരം. ലാലേട്ടൻ സൂപ്പർ. ലാലേട്ടൻ ഇന്ന് ഫാൻസിൻ്റെ കൂടെയാണ് സിനിമ കണ്ടത്. ലാലേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഓരോ സീനുകൾക്കും കിട്ടിയ കയ്യടി, ഓരോ ഡയലോഗുകൾക്കും എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല കാരണം സ്പോയിലറായി പോകുന്നുണ്ട്. പക്ഷേ ഓരോ ഡയലോഗുകൾക്കും കിട്ടുന്ന കയ്യടി ഉഗ്രനായിരുന്നു. പിന്നെ അതേപോലെ പടം ടുവേർഡ്സ് ദി എൻഡ് ഈ പറഞ്ഞ പോലെ ഒരു സാറ്റിസ്ഫൈയിങ് രീതിയിൽ തന്നെ കൊണ്ടുവന്ന് എൻഡ് ചെയ്തു. ഇനിയിപ്പോൾ പക്ഷേ എന്തായാലും ഡെഫിനറ്റ്ലി നെക്സ്റ്റ് പാർട്ട് അവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും. കാരണം എന്നാലേ അതൊരു വേറൊരു രീതിയിലേക്ക് എത്തിക്കാൻ പറ്റൂ. പിന്നെ ഇതിൽ എടുത്തെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ മാൻ സമ്മതിച്ചേക്കുന്നു. കാരണം ഒന്ന് ഈ കോൺഫിഡൻസ്, അതായത് ഇത്രയും ടോപ്പായി നിന്നൊരു 1-2 എന്ന സിനിമയുടെ തേർഡ് പാർട്ടിലേക്ക് പോവുക, അത് ഇത്രയും ഡെലിവർ ചെയ്യുക. അത് മാത്രമല്ല കേരളത്തിലുള്ള കംപ്ലീറ്റ് തിയേറ്ററുകളിലും നിങ്ങൾ ആലോചിക്കണം, അതിരടി പോലത്തെ സിനിമ മിക്സഡ് റിവ്യൂ ആണെങ്കിലും ഓടുന്നുണ്ട്, കറുപ്പ് എന്ന് പറഞ്ഞ സൂര്യയുടെ സിനിമ ഓടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി മാക്സിമം സ്ക്രീനുകൾ എത്തിച്ച് മാക്സിമം ഷോസ് കൊണ്ടുവരാൻ ആൻ്റണി ചേട്ടന് പറ്റി. കിഡിലൻ ഡിസ്ട്രിബ്യൂഷൻ. കുറേ സിനിമകൾ പാളിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണ്. പക്ഷേ ഇവിടെ ആൻ്റണി പെരുമ്പാവൂർ യു ബ്യൂട്ടി സൂപ്പർ. നിങ്ങൾ ആ കോമ്പിനേഷൻ പൊളിയാണ് നിങ്ങൾ ലാലേട്ടന്. കാരണം ആ ഒരു സിംഗിൾ നിങ്ങൾ എല്ലായിടത്തും ഈ പടം എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് അടിപൊളിയാണ്. ഇനിയിപ്പം ഞാൻ ഇന്നലെ നോക്കുമ്പോൾ നാളെ വെളുപ്പിന് ഇന്ന് രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ കോഴിക്കോടൊക്കെ ഷോ ഉണ്ട്. ലുലുവിൽ 12:50 അത് കിടിലൻ ചാർട്ടിങ് പറഞ്ഞാൽ പൊളി, ഒരു രക്ഷയില്ല. വാട്ട് എ സപ്പോർട്ട് യു ആർ ഗിവിങ് ടു ദി എൻ്റയർ ടീം, ഒന്നും പറയാനില്ല. ആൻഡ് ഈ പടം 200 കോടിക്ക് മേളിൽ പോകുന്നുള്ളത് യാതൊരു സംശയമില്ല. ആൻഡ് മാർക്ക് മൈ വേർഡ്സ്, ഈ പടം ഇൻഡസ്ട്രിയൽ ഹിറ്റ് ടാഗിലേക്ക് ലാലേട്ടൻ തിരിച്ചു വരാൻ പോവുകയാണ് ഈ പടത്തിലൂടെ, ഒരു സംശയമില്ല. തൻ്റെ 66ാമത് പിറന്നാളിന് ലാലേട്ടനെ ഇരട്ടി മധുരം സമ്മാനിച്ചുകൊണ്ടുള്ള ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ടാഗിലേക്ക് വീണ്ടും മോഹൻലാലിൻ്റെ ഒരു റീ എൻട്രി ആയി മാറാൻ പോവുകയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതുമാത്രമല്ല ലാലേട്ടൻ അടുപ്പിച്ച് മലയാളത്തിൽ ഇറങ്ങിയ 4 സിനിമകളും ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആയിരുന്നു. അതിപ്പോൾ തുടങ്ങിയത് എമ്പുരാൻ തുടങ്ങി, പിന്നീട് തുടരും വന്നു, പിന്നീട് ഹൃദയപൂർവ്വം വന്നു, ആൻഡ് നൗ ദൃശ്യം 3 ബാക്ക് ടു ബാക്ക് ഹിറ്റാണ്. ലാലേട്ടൻ ഇൻഡസ്ട്രിയിൽ വീണ്ടും താനാണ് ഇവിടുത്തെ തമ്പുരാനെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ നെഗറ്റീവ്സ് കാര്യമായിട്ട് എന്ന് വെച്ചാൽ ഒന്ന് ഡ്യൂറേഷനാണ്. മേ ബി 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ സഹിച്ചിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ബോറടിപ്പിക്കുന്നൊന്നുമില്ല. പിന്നെ കുറേ പരസ്യങ്ങളുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തിനാണ്, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ടീമിനൊന്നും ഇത്രയും പരസ്യങ്ങൾ ചെയ്ത് വെക്കേണ്ട, അങ്ങനത്തെ ഡയലോഗുകൾ എഴുതേണ്ട ആവശ്യമില്ല. കുറച്ച് ക്രിഞ്ച് ഡയലോഗ്സ് ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ സ്റ്റിൽ അതൊന്നും ഒരു നെഗറ്റീവ്സ് അല്ല. ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു കാര്യം ഞാൻ നെഞ്ചും പിടിച്ചുറപ്പായിരുന്നു, എനിക്ക് എല്ലാ സിനിമകൾക്കും തരാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ തന്ന സിനിമകളൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തു, നിങ്ങൾ നിരാശപ്പെടത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിൽ നിന്ന് നെഞ്ചും പിടിച്ച് അഭിമാനത്തോടു കൂടി ഇറങ്ങി വരാൻ പറ്റും. കേരളത്തിലെ ഫാമിലീസിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾക്ക് വേണ്ട ലാലേട്ടനെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക് യു.